നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 10, 16 എക്സെട്ര? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ പൊതുവ്യത്യാസം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4, 10, 16 അങ്ങനെ ഒരു സീരീസ് നമുക്ക് തന്നിരിക്കണം സീക്വൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ, രണ്ട് ടേംസ് തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അതായത് ഇവിടെ 10ഉം 4ഉം കൊടുക്കാം. അപ്പോൾ 10 - 4 = 6. 6 ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം. അതിൻ്റെ വൃത്തകേന്ദ്രം സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. AB എന്ന് പറഞ്ഞൊരു ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ ACB എന്ന് പറഞ്ഞ കോണിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ഇവിടെ നമുക്ക് AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ് അല്ലേ. അപ്പം ഇതെന്തായി, ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ സെമി സർക്കിളാണ് അല്ലേ, അർദ്ധവൃത്തമാണ്. അവിടുത്തെ കോൺ എത്രയായിരിക്കും? ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ACB എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും, ഹാഫാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ACB എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി. അത് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ട്രയാങ്കിൾ, ത്രികോണം തന്നിട്ടുണ്ട് PQR. അതിലെ ആംഗിൾ Q 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി. ആംഗിൾ P 45 ഡിഗ്രി, 45 ഡിഗ്രി. QR എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ PR എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത്, നീളം എത്രയാണോ ചോദിച്ചിരിക്കണം. PR നമുക്കിവിടെ അറിയാം എന്താണ്, ഹൈപ്പോട്ട്നൂസ് ആണ് അല്ലേ, കർണം. അപ്പം നമ്മുടെ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ ഒരു ആംഗിൾ എത്രയാ? 90 ഡിഗ്രി അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ട ത്രികോണം. ഇത് 45, 45. അപ്പോൾ ഇതും എത്രയാവും? ഇതും 45 തന്നെയാവും അല്ലേ. അപ്പം 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഒരു റേഷ്യോ പഠിച്ചിട്ടുണ്ട്, എന്താണ്? 1:1:1:2. ഇത് രണ്ടും ഇപ്പോൾ 45ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇത് 1, ഈ 45ൻ്റെ ഇത് ഓപ്പോസിറ്റുള്ള ഇത് 1. ഇതെത്രയായിരിക്കും? √2 ആയിരിക്കും ആ ഓരോ സൈഡുകളുടെ നീളം, ലെങ്ത് എന്ന് പറയുന്നത്. 1:1:2. അപ്പോൾ ഇവിടെ ഈ 1ൻ്റെ സ്ഥാനത്ത് എത്ര തന്നിരിക്കണം? QR എന്ന് പറയുന്നത് 5. അപ്പോൾ ഇതെത്രയായിരിക്കും? 5√2 അല്ലേ. 5 × √2. അങ്ങനെയാണ് നമ്മളതിൻ്റെ നീളം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ PR എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് എത്ര കിട്ടും? ഇത് 5 ആണെങ്കിൽ ഇത് 5√2. ഇതിവിടെ 6 ആയിരുന്നെങ്കിലോ 6√2 വരും. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്? എക്സ് അക്ഷത്തിൽ ഒരു പോയിന്റ് എങ്ങനെ നമുക്കറിയാൻ പറ്റുക? അതിൻ്റെ Y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. Y കോർഡിനേറ്റ്സ് 0 ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? 30 എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ Y കോർഡിനേറ്റ്സ് അവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ഏത് പോയിന്റ് ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് ആക്സിസിലെ പോയിന്റ് ആവണമെങ്കിൽ Y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. Y ആക്സിസിലെ ഒരു പോയിന്റ് ആണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് 6, 2 and 12, 2? ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ x1 y1 എടുത്തു, ഇത് x2 y2, ഇങ്ങനെ 2 പോയിന്റ് തന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. x2 - x1 എത്ര വരും? 12 - 6. പിന്നെ അതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ, ÷ 2 ചെയ്യുക. അപ്പോൾ 12 - 6 എത്രയാണ്? 6. 6/2 എത്രയാണ്? അല്ല, നമ്മൾ ആഡാണ് ചെയ്യേണ്ടത് കേട്ടോ. ആഡ് ചെയ്യണം. x1 + x2 ÷ 2. x1 + x2 എന്ന് എഴുതിയാൽ മതി. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ആദ്യം x2 വെക്കുക. നമ്മൾ ആഡാണ് ചെയ്യേണ്ടത്. x1 + x2 ÷ 2. അപ്പോൾ എന്ത് വരും? 12 + 6 എത്രയാണ്? 18. 18 ÷ 2 എത്രയാണ്? 9. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റ് വരുന്ന അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 9 എന്ന് കിട്ടി. ഇനി Y കോർഡിനേറ്റ്സ് കാണാൻ എന്ത് ചെയ്യണം? y1 + y2, വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എത്രയാണ്? 2 + 2. 2 + 2 ÷ 2. 2 + 2 എത്രയാണ്? 4. 4/2 എത്രയാണ്? 2.
അപ്പോൾ നമ്മുടെ മിഡ് പോയിൻ്റ് കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? 9, 2 എന്ന് കിട്ടി. അപ്പോൾ ഓർക്കുക, മിഡ് പോയിൻ്റ് കാണാനായിട്ട് എക്സ് കോർഡിനേറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വൈ കോർഡിനേറ്റുകൾ ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. പൊതു വ്യത്യാസം 2 ആണെങ്കിൽ ഇതിൽ ഏതായിരിക്കും അങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ. ഇവിടെ 7, 10, 13 2 വെച്ചിട്ടാണോ ആഡ് ചെയ്ത് പോയിരിക്കുക എന്ന് നോക്കാം. 7, 10 എന്ന് പറയുമ്പോൾ 7 + 3, അപ്പോൾ അതല്ല. അതുപോലെ 7, 5, 3 എന്ന് പറയുമ്പോൾ അവിടെ 2 അല്ല, -2 ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും അല്ല. 7, 9, 11 എന്ന് പറയണതോ അവിടെ 7 + 2 9, 9 + 2 11, അങ്ങനെ 2 വെച്ചിട്ടാണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് 2, പൊതു വ്യത്യാസം 2 ആയിട്ടുള്ള സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഈസ് ഓൾവേസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ? ചക്രീയ ചതുർഭുജമാവാൻ സാധ്യതയുള്ളത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ എന്താണ്? സ്ക്വയർ, നമ്മുടെ സമചതുരമാണ് ഇവിടെ എന്താവുന്നത്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണ് അല്ലേ? അത് ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. അതുകൊണ്ടാണ് സ്ക്വയർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസിൽ പോയിന്റ് ആവണമെങ്കിൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കണം. ഇതിലേതാണ് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കുന്നത്? ഇത്. ഇനി വൈ ആക്സിസ് ആണ് ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു എന്താണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരു മട്ടത്രികോണം. അപ്പം അതിൻ്റെ ഒരു ആംഗിൾ, സ്മോളസ്റ്റ് ആംഗിൾ 30 എന്ന് പറയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും 30 മാർക്ക് ചെയ്യാം. അതിൻ്റെ സ്മോളസ്റ്റ് സൈഡ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും അതിൻ്റെ സ്മോളസ്റ്റ് സൈഡ്, ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത്. അത് 6 സെൻറ്റിമീറ്റർ ആണ്, 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് ഓൾറെഡി 90 ആണ് നമുക്കറിയാം അല്ലേ? മട്ടത്രികോണാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇത് 30 ആണ്. ഇത് എത്രയാണ്? 60 ഡിഗ്രി, 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 90, ഇത് 60, 30, 90, അങ്ങനെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 180, 180 കിട്ടണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. അപ്പോൾ 30, 60, അതുപോലെ തന്നെ എന്താണ്? 90 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ വരണമെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1:2:3. നമ്മൾ 1:√3:2 ആണ് വേണ്ടത്. 1:√3:2 എന്നാണ് പറയുന്നത്. കാരണം 90യുടെ അവിടെയാണ് നമുക്ക് ഏറ്റവും വലുത് വേണ്ടത്, 2 വേണ്ടത്. അപ്പോൾ 1:√3:2 എന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും വലിയ സൈഡ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്? ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസാണ്, നമുക്കറിയാം അല്ലേ? കർണമാണ്. അപ്പോൾ അതിൻ്റെ ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഏറ്റവും ചെറുത് 1 ആണ്. അടുത്തത് ഏതാണ്? √3. അപ്പോൾ ഏറ്റവും വലുതിൻ്റെ അവിടെ എന്താ വേണ്ടത്? 2. അപ്പോൾ 1:√3:2 അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. മറ്റേത് 1:1 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നോക്കിയേ, ഇവിടെ നമ്മൾ കണ്ടുല്ലോ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കണ്ടോ. അങ്ങനെയാണെങ്കിൽ 1:1:√2 ആണ്. ഇത് രണ്ടും 1 വരും, രണ്ടെണ്ണം സെയിം വരും. കാരണം രണ്ട് ആംഗിളും 45 ഡിഗ്രി ആണല്ലോ. ഇവിടെ ഒന്ന് 30, ഒന്ന് 60, ഒന്ന് 90 ആണ്. അപ്പോൾ 1:√3:2 ആണ്. അപ്പോൾ നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് ആണ് ഏത് കിടക്കുന്നത്? 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 31 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാർജസ്റ്റ് സൈഡ്. 31 ആണെങ്കിൽ 90 എത്രയാണ്? അതിൻ്റെ ഡബിൾ 2 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് എന്താ തന്നിരിക്കണം? 6. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിരിക്കണം എന്ത്? ഇതെന്ന് പറയണത് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശം. അപ്പോൾ അത് എത്രയാണ്? 6 × 2. അപ്പോൾ എത്ര വരും? 12 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 2 റേഷ്യോ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 2, 5 and 3, 7? നമുക്കതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ y കോർഡിനേറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇത് നമുക്ക് x1 y1 ആണ് ഒരു പോയിന്റ്.
അടുത്ത പോയിന്റ് x2 y2 ആണെങ്കിൽ y2 മൈനസ് y1. അപ്പോൾ എന്ത് വരും? 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. 7 മൈനസ് 5 എത്രയാണ്? 2 ആണ്. അതേപോലെ തന്നെ 3 മൈനസ് 2 എത്രയാണ്? 1 ആണ്. 2/1 എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 1 മാർക്ക് 2 മാർക്സ് 3 മാർക്സ് അങ്ങനെ ചെറിയ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്